ഞാനിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ മുൻപിലാണ്. മലമ്പുഴയുടെ ഒരു ഡാം എന്ന ആശയം ഒരു നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. അത് യാഥാർത്ഥ്യമായത് 1949-ലാണ്. അതിൻ്റെ ഹ്രസ്വമായ ഒരു ചരിത്രമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലമ്പുഴയിൽ ഒരു ഡാമെന്ന ആശയത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. 1914-ലാണ് ആദ്യമായി അത്തരത്തിൽ ഒരു ആലോചന നടന്നെങ്കിലും മലബാർ മേഖല മദ്രാസിൻ്റെ ഭാഗമായിരുന്ന 1949-ൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഭക്ത് വത്സലമായിരുന്നു മലമ്പുഴ ഡാമിന് തറക്കല്ലിട്ടത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്ന പണി പൂർത്തീകരിച്ചു. 6 വർഷം കൊണ്ട് 1955-ൽ പണി പൂർത്തീകരിച്ചു. അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രി കാമരാജ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഡാം ഉൾപ്പെടുന്ന പ്രദേശത്തിന് നിരവധി പേരുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മലമ്പുഴ ഡാം പ്രദേശം എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. കുടിവെള്ളം, ജലസേചനം, വൈദ്യുതി ഉൽപാദനം, മത്സ്യം വളർത്തൽ എന്നിങ്ങനെ വിവിധങ്ങളായ ലക്ഷ്യങ്ങളായിരുന്നു ഡാമിന് നിർവഹിക്കുന്നതിന് പിന്നിൽ. ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തി പുഴയ്ക്ക് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. വരണ്ട പ്രദേശമായിരുന്ന പാലക്കാട് ജില്ലയുടെ സമ്പൽ സമൃദ്ധിക്കും ജില്ലയെ നെല്ലറയായി മാറ്റുന്നതിനും മലമ്പുഴ ഡാമിന് വലിയ പങ്കാണുള്ളത്. 50,000 ഹെക്ടർ സ്ഥലത്താണ് ഡാമിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് എന്നാണ് കണക്ക്. ഇത് 37.33% വരും. വൈദ്യുതി ഉൽപാദനം കൂടി ഡാമിൻ്റെ നിർമ്മാണ ലക്ഷ്യം ഉള്ളതുകൊണ്ട് 5.6 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയും മലമ്പുഴ ഡാമിനുണ്ട്. കേരളത്തിൻ്റെ വൃന്ദാവനമെന്നറിയപ്പെടുന്ന ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പൂന്തോട്ടം ആധുനികമായി നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു ഉദ്യാനം തന്നെയാണ്. സുന്ദരമായ വിവിധ ഇനം പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അപൂർവം പുഷ്പങ്ങളുടെ ആകർഷണവും വർണ്ണവൈവിധ്യവും പ്രൗഢിയും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നു. പൂക്കളുടെ നിർമ്മണവും കാഴ്ച വിരുന്നും നടി വീർപ്പിൽ. ഡാമിൻ്റെ പണി അവസാനിച്ചതിന് ശേഷം 1956-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡാം സന്ദർശിക്കുകയുണ്ടായി. നെഹ്റുവിൻ്റെ സന്ദർശനത്തിൻ്റെ സ്മരണയായാണ് ചിൽഡ്രൻസ് പാർക്ക് സജ്ജീകരിച്ചത്. അതോടെ നെഹ്റുവിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയും ചിൽഡ്രൻസ് പാർക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മുമ്പ് മലമ്പുഴ റോഡ് ട്രെയിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. നിരവധി വർഷങ്ങൾ അത് റോഡ് ട്രെയിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇത് ഉപയോഗത്തിലില്ല. ഇപ്പോഴത് ഒരു പുരാവസ്തു ആയിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. പാമ്പുകളുടെ പുനരധിവാസ കേന്ദ്രം മറ്റൊരാകർഷണീയ കേന്ദ്രമാണ്. നിരവധി അപൂർവങ്ങളായ പാമ്പുകൾ കേന്ദ്രത്തിൽ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും സന്ദർശകരുടെ തിരക്ക് അതിനാണ് അനുഭവപ്പെടുന്നത്.
മലമ്പുഴ റിസർവോയറിനു താഴെയുള്ള കനാലിൽ ബോട്ട് യാത്രക്കാവശ്യമായ ബോട്ടുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയും യാത്രക്കാരുടെ നല്ല തിരക്കാണ്. 4 പേർക്ക് 1 കിലോമീറ്റർ ബോട്ട് യാത്രക്ക് 400 രൂപയാണ് ഈടാക്കുന്നത്. കലാപ്രേമികളുടെ ഇഷ്ടപ്പെട്ട ശില്പമായ യക്ഷി 1969 കാനായി കുഞ്ഞിരാമൻ നിർമ്മാണം പൂർത്തിയാക്കിയത് പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. റോപ്പ് വേയുള്ള ആകാശയാത്രയും സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സിമൻ്റ് കൊണ്ട് നിർമ്മിച്ച പടുകൂറ്റൻ മത്സ്യത്തിൻ്റെ മാതൃകയിലുള്ള അക്വേറിയം കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. പുതുതായി നിർമ്മിച്ച അടുത്തുള്ള അക്വേറിയത്തിൽ അപൂർവങ്ങളായ മത്സ്യങ്ങളുടെ ശേഖരം തന്നെയുണ്ട്. കാഴ്ചക്കാർക്ക് കൗതുകമുളവാക്കുന്നതാണ്.